ഷായു ഫസ്റ്റ്, ഷാജുട്ടി ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് സോജൻ. ഹലോ, മത്സരത്തില് ഷാജു ലാസറും ടീം ഫസ്റ്റ്, സെക്കൻഡ് പ്രൈസ് സോജൻ. തേർഡ് കൊടുക്കാം. തേർഡ് ആർക്കാ? എന്താ പേര്? സനൽ ജോൺസൺ. നീ വെളിയിൽ പോയി ഇങ്ങോട്ട് വെളിയിൽ പോ, അകത്ത് പോ. നീ എവിടെ ലൈന് പോയാൽ ടച്ച് ചെയ്യാത്ത കേടി വേണമെന്ന് പറഞ്ഞു വന്ന ലൈന് പോയാൽ ടച്ച് ചെയ്ത് മണ്ണിൽ മണ്ണില് പൊതിഞ്ഞു പോയി. കുഴപ്പമില്ല, ലോട്ടറിയിൽ കാശ് കൂടുതൽ കിട്ടി. അയ്യോ, ഇനി അടുത്ത ചാക്കടി മത്സരത്തിന് പിള്ളേർ റെഡിയാക്കി. ഇപ്പോൾ ചാക്കടി മത്സരത്തിന് ടീമെടുത്ത് ചാക്കടി മത്സരം നടത്തുക. ചാക്കടി ഉരുളൽ മത്സരത്തിന് 2 സമ്മാനങ്ങൾ മാത്രമേ ഇവരുടെ ചാക്കടി മത്സരം നടത്തിവിട്ടു. ഇനി അടുത്ത ഐറ്റം ആരോന്ന് പറഞ്ഞാണ് പ്ലീസ്. അടുത്ത ഐറ്റം ചാക്കടി മത്സരം പാട്രിക് നടത്തിയില്ലെങ്കിൽ ഞാൻ പോവാം. ഓക്കെ, ഞാൻ നടത്താം. ഞങ്ങള് എ ഗ്രൂപ്പ്, എ ടീം ചാക്കടി മത്സരത്തിൽ എത്ര പിള്ളേരുണ്ട്? ചാക്കടി മത്സരത്തിനായി പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെടുന്നത്? ഹലോ, ഉരുളൽ മത്സരത്തിൽ ജയിച്ചവർ ഷാജുലാസ് ആൻഡ് ടീം, സോജൻ ആൻഡ് ടീം. ചാക്കിലോട്ടത്തിനായി സീനിയർ സബ് ജൂനിയർ പെൺകുട്ടികൾ ഗ്രൗണ്ടിൽ ഇറങ്ങുക. ചാക്കിലോട്ടം ജൂനിയർ പെൺകുട്ടികളെ സീനിയർ പെൺകുട്ടികൾ ചാക്കിൽ കൊണ്ട് ഓടുന്നതാണ്. സബ് ജൂനിയർ പെൺകുട്ടികൾ, അത് 2 സീനിയർ പെൺകുട്ടികൾ ഒരു സബ് ജൂനിയർ പെൺകുട്ടിയെ ചാക്കിൽ എടുത്തുകൊണ്ട് ഓടുന്നതാണ് അടുത്ത മത്സരം. പാട്രിക് ഗമസ് ആ ചാക്കിലോട്ടത്തിന് പെൺകുട്ടികളെ നോക്കുക. അത് സീനിയർ പെൺകുട്ടികളും സബ് ജൂനിയർ പെൺകുട്ടികളുമായിരിക്കും. ആ സീനിയർ പെൺകുട്ടികൾക്ക് അവർ ചാക്കിലെടുത്ത് ഓടുന്ന സബ് ജൂനിയർ പെൺകുട്ടിയെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരാവുന്നതാണ് ഗ്രൗണ്ടിലോട്ട്. സീനിയർ പെൺകുട്ടികൾ ദയവ് ചെയ്ത് നിങ്ങളുടെ പാർട്ട്ണറായിട്ട് സബ് ജൂനിയർ പെൺകുട്ടിയെ കൊണ്ട് ഗ്രൗണ്ടിലോട്ട് വരിക എത്രയും പെട്ടെന്ന്. ഗ്രൂപ്പ് 1ഉം 2ഉം എല്ലായിടത്തും കൂടെ ഒരുമിച്ച് പോയി കൂടി കിടക്കുകയാണ്. കുറച്ച് പേർ അവിടെ നിൽക്കട്ടെ, കുറച്ച് പേർ വന്നിട്ട് അടുത്ത പരിപാടി നടത്താൻ നോക്കുക. ഹലോ, ഗ്രൂപ്പ് 1 അവിടെ നടത്തുന്നെങ്കിൽ അത് അവർ നടത്തേണ്ട ചാക്കിലടി. മറ്റുള്ളവർ വരിക. ചാക്കിലോട്ടത്തിന് സീനിയർ സബ് ജൂനിയർ പെൺകുട്ടികൾ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുക. സീനിയർ പെൺകുട്ടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ് ജൂനിയർ പെൺകുട്ടിയുമായി ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുക. പെട്ടെന്ന് ഇറങ്ങും. ഹലോ, ചാക്കോട്ടത്തിനായി സീനിയറും ജൂനിയറുമായ പെൺകുട്ടികൾ ദയവായി രംഗത്ത് വരിക. ഗ്രൗണ്ടിലോട്ടേക്ക് ഇറങ്ങുക. ബ്രിജിറ്റ്, അത് സീനിയറും സബ് ജൂനിയറുമാണ്. 2 സീനിയർ പെൺകുട്ടികൾ കൂടി ഒരു സബ് ജൂനിയർ പെൺകുട്ടിയെ ചാക്കിലെടുത്ത് ഓടും. അവിടെ വിശദീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടാവും? ഹലോ, 2 സീനിയർ പെൺകുട്ടികൾ ഒരു സബ് ജൂനിയറിനെ എടുത്തോണ്ട് ഓടണം. അതാണ് ഇതിന്റെ രീതി. എല്ലാവരും
എല്ലാവർക്കും പ്രൈസ് കിട്ടണമെന്നില്ല. നമ്മുടെ പരിപാടി വിജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും രംഗത്തിറങ്ങുക പ്ലീസ്. ബ്രിജിറ്റ്, അതിന് ഫസ്റ്റ് സെക്കൻഡുമാണുള്ളത്. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് മാത്രം. ഓക്കെ, അത് ഒന്ന് കാര്യമായിട്ട് ആരെങ്കിലും ഒന്ന് നിയന്ത്രിക്കണേ കുട്ടികളെ. ഇറങ്ങുക, എല്ലാവർക്കും പ്രൈസ് കിട്ടണമെന്നില്ല. 10 പേര് കളിച്ചാൽ ഒരു 1-2 ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ. 1-2 പേരല്ല, എല്ലാവരും രംഗത്തിറങ്ങുക. 2 ടീമാകുമ്പോൾ 6 പേർക്ക് പ്രൈസ് കിട്ടും. ഫസ്റ്റ് സെക്കൻഡ് ഒരു ടീമിൽ 3 പേരാണ്. അപ്പോൾ അങ്ങനെ 6 പേർക്ക് സമ്മാനം ഉണ്ടാവും. അത് കുറച്ചുകൂടെ അകലത്തിൽ നിർത്താൻ നോക്കുക. കുട്ടികളെ കുറച്ചുകൂടെ ദൂരെ നിർത്തുക. ദയവായി ഈ സീനിയർമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരുടെ പാർട്ണറായി നിൽക്കുന്ന കുഞ്ഞുമക്കളെ എറിയാതെ നോക്കുക. അവരുടെ മാതാപിതാക്കൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോട് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. പരസ്പരം ഇടിക്കാതിരിക്കാൻ വേണ്ടി അവരെ കുറെ കൂടെ അകറ്റി നിർത്തുക. എത്ര ടീമുണ്ട് ഇതിന്? അവിടെ എത്ര ടീമുണ്ട്? ശേഷം അവിടെ എത്ര ടീമുണ്ട് നോക്കും. എത്ര ടീമുണ്ട് നോക്ക്. എത്ര ടീമുണ്ട്? ചാക്കലടിക്ക് കുട്ടാനുണ്ടോ? 7 ടീമുണ്ട്. ചാക്കിലടിക്കാനുണ്ടോ കുട്ടൻ? 2 പേര്. ഈ 2 പേര് ഒരാൾ ഫ്രണ്ടിലും ഒരാൾ ബാക്കിലും ഇരിക്കണം. 2 സമ്മാനങ്ങളാണുള്ളത്. ഫസ്റ്റ് സെക്കൻഡ് മാത്രമായിരിക്കും നമുക്കുള്ളത്. ശ്രദ്ധിക്കുക. ആ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഓടുന്നത് സൂക്ഷിക്കുക. അവർ താഴെ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കുട്ടികൾ തലയിടിച്ച് വീഴാതെ വളരെ സൂക്ഷ്മതയോടെ കൊണ്ടുപോകണം. ഒരല്പം സാവകാശം പോയാലും കുഴപ്പമില്ല. പക്ഷെ കുട്ടികൾ തലയിടിച്ച് വീഴരുത്. വളരെ കെയർഫുള്ളായിട്ട് കൊണ്ടുപോകണം. ഇത് 2 ഓർമ്മൊന്നല്ല. കളി ഒന്ന് സ്പീഡപ്പ് ചെയ്യുക. നമുക്ക് ഇനിയും ഒത്തിരിയും ഐറ്റങ്ങൾ ഉള്ളതാണ്. അതുകൊണ്ട് പെട്ടെന്ന് നടത്താൻ നോക്കുക. ഇതിലാണ് ശക്തികളെയും കണ്ടുപിടിക്കുന്നത്. ഒന്ന് സ്പീഡപ്പ് ചെയ്യുക. ഇലക്ട്രീഷ്യൻ പ്ലീസ് ആ ലൈറ്റുകളൊക്കെ ഒന്ന് ഓണാക്കി ഇടുക. ഫുള്ള് ചാർജ്. ഹലോ, മ്യൂസിക് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക. ദയവായി മ്യൂസിക് ഒന്ന് നിർത്തുക. ലൈറ്റുകളൊക്കെ ഒന്ന് ഓൺ ചെയ്തിടുക. നിങ്ങൾ ദയവായി കയ്യിലെടുക്കുന്ന കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം. മക്കളെ, നിങ്ങൾ ചരിഞ്ഞിൽ പോകരുത്. ടൈറ്റസ് നോക്കണം. അവിടെ 8 ടീമുണ്ട്. ഓടുക. കൈയടിച്ചോ. അത് ഫിനിഷിൽ നിൽക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുക. 3 സമ്മാനങ്ങളുണ്ടാവും. ഫിനിഷിൽ നിൽക്കുന്നവരൊന്ന് സമ്മാനിക്കും. 3 പേരാണ്. 3 സമ്മാനങ്ങൾ ഉണ്ടാവും. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫസ്റ്റ് പ്രൈസ് സോന. സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് ഓൾസോ. തേർഡ് പ്രൈസ് ടൈറ്റസ് ഒരുപാട് അടിച്ചോണ്ട് പോവുകയാണല്ലോ. ഇതൊരു പരാതിയും കൂടെ വന്നിട്ടുണ്ട്. ചാക്കിലോട്ടത്തിന് 3rd പ്രൈസ് കൊടുക്കണമെന്നുള്ളതാണ് പറയുന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് തീരുമാനിക്കാം. ഇപ്പോഴാ സമ്മാനം കിട്ടിയവന്റെ പേര് ഒന്ന് പതുക്കെ പറയുക. ഒന്ന് വിശദമായിട്ട് പറയാം. ഫസ്റ്റ് പ്രൈസ് സോനയല്ലേ? ഫസ്റ്റ് പ്രൈസ് സോന, സെക്കൻഡ് പ്രൈസ് ഏഞ്ചൽ, തേർഡ് പ്രൈസ് ആൻഡ് ടൈറ്റസ്. നേരത്തെ പറയും, ഇവിടെ എഴുതാൻ വേണ്ടിയാണ്. ഓക്കെ. ഫസ്റ്റ് പ്രൈസ് സോന, സെക്കൻഡ് പ്രൈസ് ഏഞ്ചൽ, തേർഡ് പ്രൈസ് ആൻഡ് ടൈറ്റസ്. നീ അതും കഴിച്ചും തോന്നുന്നു. അതാണ് ഇത്രയും വലിയ സ്പീഡ് കാണിക്കുന്നത്.
ഇല്ല. ചുമ്മാ കള്ളം പറയാതെ. അടുത്തത്